നമസ്കാരം. വ്യത്യസ്ത സ്പീഡിലും ഫീഡിലും ലേത്ത് ക്രമീകരിക്കുന്നതിനെ പറ്റിയുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഈ സെഷൻ തുടങ്ങാം. ഇനി നമുക്ക് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാകും. ലേത്തിലെ സ്പീഡ് മനസ്സിലാക്കുക, സ്പീഡും ഫീഡും തിരഞ്ഞെടുക്കുക, അതാത് ടേബിളുകളിൽ സ്പീഡും ഫീഡും ടാബുലേറ്റ് ചെയ്യുക. മുറിക്കുന്നതിൻ്റെ സ്പീഡ്, ഫീഡ്, മുറിക്കുന്നതിൻ്റെ ആഴം എന്നിവയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. വർക്ക് പീസിൻ്റെ പ്രതലത്തിലൂടെ കട്ടിംഗ് ടൂളിൻ്റെ കട്ടിംഗ് എഡ്ജ് യൂണിറ്റ് സമയത്ത് കടന്നു പോകുന്ന നിരക്കിനെയാണ് കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. ഇത് പറയുന്നത് ഓരോ മിനിറ്റിലും എത്ര മീറ്റർ എന്ന കണക്കിലാണ്. കട്ടിംഗ് ടൂളിൻ്റെ ഫീഡ് എന്നത് യൂണിറ്റ് സമയത്തിലെ ഓരോ പാസിലും വർക്ക് പീസിലേക്ക് അല്ലെങ്കിൽ അതിനോടൊപ്പം സഞ്ചരിക്കുന്ന ദൂരമായി നിർവചിച്ചിരിക്കുന്നു. ടൂളിൻ്റെ കട്ടിംഗ് എഡ്ജ് ഓരോ പാസിലും വർക്ക് പീസ് പദാർത്ഥത്തെ തുളച്ചു കയറുന്നതാണ് കട്ടിങ്ങിൻ്റെ ആഴം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരു പാസിൽ കട്ടിംഗ് ടൂൾ നീക്കം ചെയ്ത ലോഹപാളിയുടെ കനം ഇത് നിർണ്ണയിക്കുന്നു. കട്ടിംഗ് ടൂളിൻ്റെ സ്പീഡിനെയും ഫീഡിനെയും ഇനി പറയുന്ന കാര്യങ്ങൾ സ്വാധീനിക്കുന്നു. മെഷീൻ ചെയ്യുന്ന മെറ്റീരിയൽ, കട്ടിംഗ് ടൂളിൻ്റെ മെറ്റീരിയൽ, കട്ടിംഗ് ടൂളിൻ്റെ ജിയോമെട്രി, സർഫേസ് ഫിനിഷിന് ആവശ്യമായ ഡിഗ്രി, ഉപയോഗിക്കുന്ന മെഷീൻ ടൂളിൻ്റെ കാഠിന്യം, ഉപയോഗിക്കുന്ന കൂളൻ്റ് തരം. നൽകിയിട്ടുള്ള ഗിയർ ഉപയോഗിച്ച് ലേത്ത് വ്യത്യസ്ത സ്പെൻഡിൽ സ്പീഡിൽ തിരഞ്ഞെടുക്കാൻ നമുക്ക് ഇനി പഠിക്കാം. RPM വേഗത ലഭിക്കാൻ D, R, E എന്നിവ ഒരുമിച്ച് ചേർത്ത് ഉപയോഗിക്കുക. വിവിധ സ്പിൻഡിൽ സ്പീഡ് ലഭിക്കുന്നതിന് ഇനി പറയുന്ന ഗിയർ ഒരുമിച്ച് ചേർത്ത് ഉപയോഗിക്കാം. A, S, E എന്നീ ഗിയർ സെറ്റിൻ്റെ സ്പിൻഡിൽ സ്പീഡ് 228 RPM ആണ്. A, S, F എന്നീ ഗിയർ സെറ്റിൻ്റെ സ്പിൻഡിൽ സ്പീഡ് 38 RPM ആണ്. B, S, E എന്നീ ഗിയർ സെറ്റിൻ്റെ സ്പിൻഡിൽ സ്പീഡ് 360 RPM ആണ്. B, S, F എന്നീ ഗിയർ സെറ്റിൻ്റെ സ്പിൻഡിൽ സ്പീഡ് 60 RPM ആണ്. A, R, E എന്നീ ഗിയർ സെറ്റിൻ്റെ സ്പിൻഡിൽ സ്പീഡ് 450 RPM ആണ്. A, R, F എന്നീ ഗിയർ സെറ്റിൻ്റെ സ്പിൻഡിൽ സ്പീഡ് 71 RPM ആണ്. C, S, E എന്നീ ഗിയർ സെറ്റിൻ്റെ സ്പിൻഡിൽ സ്പീഡ് 580 RPM ആണ്. C, S, F എന്നീ ഗിയർ സെറ്റിൻ്റെ സ്പിൻഡിൽ സ്പീഡ് 90 RPM ആണ്. B, R, E എന്നീ ഗിയർ സെറ്റിൻ്റെ സ്പിൻഡിൽ സ്പീഡ് 740 RPM ആണ്. B, R, F എന്നീ ഗിയർ സെറ്റിൻ്റെ സ്പിൻഡിൽ സ്പീഡ് 115 RPM ആണ്. D, S, E എന്നീ ഗിയർ സെറ്റിൻ്റെ സ്പിൻഡിൽ സ്പീഡ് 800 RPM ആണ്. D, S, F എന്നീ ഗിയർ സെറ്റിൻ്റെ സ്പിൻഡിൽ സ്പീഡ് 140 RPM ആണ്. C, R, E എന്നീ ഗിയർ സെറ്റിൻ്റെ സ്പിൻഡിൽ സ്പീഡ് 1150 RPM ആണ്. C, R, F എന്നീ ഗിയർ സെറ്റിൻ്റെ സ്പിൻഡിൽ സ്പീഡ്
200 RPM ആണ്. D, R, E എന്നീ ഗിയർ സെറ്റിൻ്റെ സ്പിൻഡിൽ സ്പീഡ് 1600 RPM ആണ്. D, R, F എന്നീ ഗിയർ സെറ്റിൻ്റെ സ്പിൻഡിൽ സ്പീഡ് 250 RPM ആണ്. ലെയ്ത്തിൽ വിവിധ ഫീഡ് റേറ്റ് ക്രമീകരിക്കുന്നതിനെക്കുറിച്ച് ഇനി നമുക്ക് പഠിക്കാം. Z ആണ് ഫീഡ് ദിശയിലെ മാറ്റത്തിൻ്റെ ലീവർ. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ത്രെഡ് കട്ടിങ്ങിനുള്ള ലീവർ Y ആണ്. G, H എന്നിവ ടംബ്ലർ ഗിയേഴ്സ് ആണ്. K, L, M എന്നിവയാണ് ത്രെഡ് കട്ട് ചെയ്യുന്നതിനു വേണ്ടി ഓരോ ഇഞ്ചിനുമായി ത്രെഡ്സ് ക്രമീകരിക്കുന്നതിനുള്ള ലീവേഴ്സ്. ഫീഡ് ത്രെഡ് പിച്ച് തിരഞ്ഞെടുക്കുന്നതിനുള്ള 1 to 6 നോബ്. ഓരോ കറക്കത്തിനും 0.07 മില്ലിമീറ്റേഴ്സ് ഫീഡ് റേറ്റ് ലഭിക്കുന്നതിന് ടംബ്ലർ ഗിയർ G ആയി ക്രമീകരിക്കുക. Z-ൽ ഫോർവേഡ് ഫീഡ് ദിശ, 6-ൽ ഫീഡ് ത്രെഡ് പിച്ച് നോബ്, ഓരോ ഇഞ്ചിനുമുള്ള ത്രെഡ് ലീവർ K-യിലേക്ക്. വിവിധ ഫീഡ് റേറ്റ് ലഭിക്കുന്നതിന് ഇനി പറയുന്ന കോമ്പിനേഷൻസ് ഉപയോഗിക്കാം. ഈ ഗിയർ കോമ്പിനേഷൻ്റെ കൂടെ Z ഫോർവേഡ് ദിശയിലായും ഫീഡ് ത്രെഡ് പിച്ച് 6-ലും ടംബ്ലർ ഗിയർ G-ലും ആയിരിക്കുമ്പോൾ ഓരോ കറക്കത്തിലും യഥാക്രമം 0.07, 0.13, 0.27 mm ഫീഡ് റേറ്റ്സ് K, L, M എന്നിവയ്ക്ക് വേണ്ടി ലഭിക്കും. അതേപോലെ Z6H എന്ന കോമ്പിനേഷനിൽ ഓരോ കറക്കത്തിനും യഥാക്രമം 0.53, 1.07, 2.13 mm ഫീഡ് റേറ്റ്സ് K, L, M എന്നിവയ്ക്ക് വേണ്ടി ലഭിക്കും. Z2G എന്നീ കോമ്പിനേഷനായി ഓരോ കറക്കത്തിനും യഥാക്രമം 0.08, 0.16, 0.32 mm ഫീഡ് റേറ്റ്സ് K, L, M എന്നിവയ്ക്ക് വേണ്ടി ലഭിക്കും. അതേപോലെ Z2H എന്ന കോമ്പിനേഷനിൽ ഓരോ കറക്കത്തിനും യഥാക്രമം 0.64, 1.27, 2.54 mm ഫീഡ് റേറ്റ്സ് K, L, M എന്നിവയ്ക്ക് വേണ്ടി ലഭിക്കും. Z3G എന്ന കോമ്പിനേഷനായി ഓരോ കറക്കത്തിനും യഥാക്രമം 0.09, 0.18, 0.36 mm ഫീഡ് റേറ്റ്സ് K, L, M എന്നിവയ്ക്ക് വേണ്ടി ലഭിക്കും. അതേപോലെ Z3H എന്ന കോമ്പിനേഷനിൽ ഓരോ കറക്കത്തിനും യഥാക്രമം 0.71, 1.42, 2.84 mm ഫീഡ് റേറ്റ്സ് K, L, M എന്നിവയ്ക്ക് വേണ്ടി ലഭിക്കും. Z5G എന്ന കോമ്പിനേഷനായി ഓരോ കറക്കത്തിനും യഥാക്രമം 0.11, 0.23, 0.46 mm ഫീഡ് റേറ്റ്സ് K, L, M എന്നിവയ്ക്ക് വേണ്ടി ലഭിക്കും. അതേപോലെ Z5H എന്ന കോമ്പിനേഷനിൽ ഓരോ കറക്കത്തിനും യഥാക്രമം 0.91, 1.82, 3.66 mm ഫീഡ് റേറ്റ്സ് K, L, M എന്നിവയ്ക്ക് വേണ്ടി ലഭിക്കും. Z4G എന്ന കോമ്പിനേഷനായി ഓരോ കറക്കത്തിനും യഥാക്രമം 0.12, 0.25, 0.5 mm ഫീഡ് റേറ്റ്സ് K, L, M എന്നിവയ്ക്ക് വേണ്ടി ലഭിക്കും. അതേപോലെ Z4H എന്ന കോമ്പിനേഷനിൽ ഓരോ കറക്കത്തിനും യഥാക്രമം
0.99, 1.98, 3.96 mm ഫീഡ് റേറ്റ് KLM എന്നിവയ്ക്ക് വേണ്ടി ലഭിക്കും. ഈ ഗിയർ കോമ്പിനേഷന്റെ കൂടെ Z ബാക്ക്വേർഡ് ദിശയിലായും ഫീഡ് ത്രെഡ് പിച്ച് 6ലും ടംബ്ലർ ഗിയർ Gയിലും ആയിരിക്കുമ്പോൾ ഓരോ കറക്കത്തിനും യഥാക്രമം 0.05, 0.1, 0.2 mm ഫീഡ് റേറ്റ്സ് KLM എന്നിവയ്ക്ക് വേണ്ടി ലഭിക്കും. അതേപോലെ Z6H എന്ന കോമ്പിനേഷനിൽ ഓരോ കറക്കത്തിനും യഥാക്രമം 0.4, 0.8, 1.6 mm ഫീഡ് റേറ്റ്സ് KLM എന്നിവയ്ക്ക് വേണ്ടി ലഭിക്കും. Z2G എന്ന കോമ്പിനേഷനായി ഓരോ കറക്കത്തിനും യഥാക്രമം 0.06, 0.11, 0.23 mm ഫീഡ് റേറ്റ്സ് KLM എന്നിവയ്ക്ക് വേണ്ടി ലഭിക്കും. അതേപോലെ Z2H എന്ന കോമ്പിനേഷനിൽ ഓരോ കറക്കത്തിനും യഥാക്രമം 0.45, 0.9, 1.8 mm ഫീഡ് റേറ്റ്സ് KLM എന്നിവയ്ക്ക് വേണ്ടി ലഭിക്കും. Z3G എന്ന കോമ്പിനേഷനായി ഓരോ കറക്കത്തിനും യഥാക്രമം 0.7, 0.13, 0.25 mm ഫീഡ് റേറ്റ്സ് KLM എന്നിവയ്ക്ക് വേണ്ടി ലഭിക്കും. അതേപോലെ Z3H എന്ന കോമ്പിനേഷനിൽ ഓരോ കറക്കത്തിനും യഥാക്രമം 0.5, 1.0, 2.0 mm ഫീഡ് റേറ്റ്സ് KLM എന്നിവയ്ക്ക് വേണ്ടി ലഭിക്കും. Z5G എന്ന കോമ്പിനേഷനായി ഓരോ കറക്കത്തിനും യഥാക്രമം 0.08, 0.16, 0.32 mm ഫീഡ് റേറ്റ്സ് KLM എന്നിവയ്ക്ക് വേണ്ടി ലഭിക്കും. അതേപോലെ Z5H എന്ന കോമ്പിനേഷനിൽ ഓരോ കറക്കത്തിനും യഥാക്രമം 0.65, 1.3, 2.6 mm ഫീഡ് റേറ്റ്സ് KLM എന്നിവയ്ക്ക് വേണ്ടി ലഭിക്കും. Z4G എന്ന കോമ്പിനേഷനായി ഓരോ കറക്കത്തിനും യഥാക്രമം 0.09, 0.18, 0.35 mm ഫീഡ് റേറ്റ്സ് KLM എന്നിവയ്ക്ക് വേണ്ടി ലഭിക്കും. അതേപോലെ Z4H എന്ന കോമ്പിനേഷനിൽ ഓരോ കറക്കത്തിനും യഥാക്രമം 0.7, 1.4, 2.8 mm ഫീഡ് റേറ്റ്സ് KLM എന്നിവയ്ക്ക് വേണ്ടി ലഭിക്കും. ഒരിക്കൽ കൂടി നമ്മൾ പഠിച്ചത്: ലെയ്ത്തിലെ സ്പീഡ് മനസ്സിലാക്കുക, സ്പീഡും ഫീഡും തിരഞ്ഞെടുക്കുക, അതാത് ടേബിളുകളിൽ സ്പീഡും ഫീഡും ടാബുലേറ്റ് ചെയ്യുക. ഇത്രയുമാണ് വ്യത്യസ്ത സ്പീഡിലും ഫീഡിലും ലെയ്ത്ത് ക്രമീകരിക്കുന്നതിനെ പറ്റിയുള്ള വസ്തുതകൾ. ഈ കാര്യങ്ങളും പരിശീലനങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത സെഷനിൽ കാണാം.